സംവിധാനങ്ങൾ വീട്ടിലേക്കൊന്ന് വിളിക്കണം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം. വെച്ചെടുത്ത് കണക്ട് ചെയ്യാം. കൽപ്പായിട്ട് സാധനങ്ങൾ കൊടുക്കാം. ഇങ്ങനെ പൊളിക്കണം. വെക്കട്ടെ ഒരു ഫിനിഷ് അടിക്കുക. രണ്ടാമത്തെ പേര് നിക്കട്ടെ, ഒരു ഇറച്ചി വെച്ചിട്ടെ ഇറച്ചി ഭയങ്കര ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ആ എന്നിട്ട് നീ സാധനം കൊടുക്ക. പേരെന്താ? കുറച്ച് അയം തീർന്നേ. ഇനി ഒരായിരം കൂടി വേണമല്ലോ. ഞാനൊന്ന് മൈനിങ്ങിന് പോയിട്ട് കാണിച്ചത് കേട്ടാ. അവിടെ നിന്ന് കുഴിച്ചൊക്കെ ചെയ്ത് പിന്നെ ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നെയ്റ്റ് ആണെങ്കിലെങ്കിൽ നമുക്ക് വേറെ പണി ഇങ്ങനെ വെച്ചുകൊടുക്കാം. മനസ്സിലായല്ലേ? ഇതുപോലെ നിരത്തി ഈ മൂന്നെണ്ണത്തുമേ ഒന്ന് എടുത്തിട്ട് വരാം. ഇതുപോലത്തെ സാധനം 3 കൂടി എടുത്തിട്ട് വരാം കേട്ടാ. ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഇനി ഇതില്ലേ? അയ്യോ, ഇതൊന്ന് ഞാൻ ചെയ്യുന്നോട്ടൊന്ന് ചെയ്യാം. ഇതുമ്മ ഒന്ന് ഇങ്ങനെ വെക്ക. അപ്പുറത്തെ സൈഡില് കണക്റ്റ് ആവും. അപ്പൊ ഈ നടുക്കത്തെ ഓപ്പറായിട്ട് കണക്റ്റ് ആവും. അത് ഇവിടെ ഓടിടാം. ഇതൊന്ന് ഒരാശം വന്ന് പൊട്ടിക്കണ്ടേ കാര്യങ്ങൾ തുറക്കാൻ പറ്റില്ല. അപ്പൊ ടെക്നിക്ക് ചെയ്യണം. നമുക്ക് വേറെ പണിയുണ്ട്. ഒരു ക്ലാസ് എടുക്കാം, ഒരു ചില്ലിന്റെ ക്ലാസ്. അയ്യോ, ചില്ലിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ഇതൊക്കെ മറ്റേ ചില്ലില്ലേ, ഇത് തീർന്നിരിക്കുക. അതിട്ടില്ലേ എന്തായാലും ഇത് വെക്കാം. വെച്ചാ മതിന്നോ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് വെക്കണത്. തുറക്കാം. ഇതൊക്കെ എന്നിട്ടില്ലേ ഇതിന്റെ മേലിൽ ഈ റൂപ്പ് ഇങ്ങനെ ചെയ്യണം. നമുക്കലും പ്രശ്നമാണ്. ഇങ്ങനെ ചെയ്യാം.
ഇവിടെ നിന്ന് ഇങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് ഞാൻ ചെയ്യുന്നോട്ട് തന്നെ നോക്കണേ, ശ്രദ്ധിച്ചിക്കണേ. ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കാം. ബക്കറ്റ് ഇവിടെ തന്നെ, ഇവിടെ അല്ല. ആ ബക്കറ്റ് കുറച്ച് വെള്ളം എടുക്കാം. കറക്റ്റായിട്ട് ഒഴിക്കണേ. സ്റ്റെപ്പ് വെക്കാം. ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് ഒഴിക്കുക. ഇവിടെ ചെയ്തോട്ട് ഇപ്പുറത്തെ സൈഡ് ഒന്ന് ഒഴിക്കണം. അപ്പൊ അതായത് ആ വെള്ളം കൂടെ എടുത്തിട്ട് കാണിച്ചത് ഇങ്ങനെ ആയിട്ട് വെച്ച് കൊടുക്കാം. മനസ്സിലേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് വേണ്ട, ഇത് വേണ്ട. കൂടെ തുടങ്ങി ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് വെച്ചത് ഇവിടെ തുടങ്ങി ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതുപോലെയായിട്ട് കിട്ടും. ഞാൻ പോയി 2 സാധനങ്ങൾ എടുത്തിട്ടല്ലേ. ലാവ് എടുത്തിട്ടാ പോയി കേട്ടോ. അവിടെ ഒരു അറ്റത്തിൽ ലാവപ്പോ ലാവ് എടുത്തിട്ടോ. ലാവ് എടുത്ത് അവിടുത്തെ ഇങ്ങനെ ഒഴിച്ചു. 1 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കൊണ്ട് ഇവിടെ ആവണില്ല. ഇവിടെ ആവണം. ഇവിടെ ആവാൻ വേണ്ടി എന്തെങ്കിലും പരിപാടി ഒപ്പിക്കണം. 1 മിനിറ്റ്. അങ്ങനെ കുളിച്ചാതെ സാധനം റെഡി. പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ചത്താന
ഉണ്ടല്ലോ ആ ഫാമ റെഡിയാണ്. ജസ്റ്റ് ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചത്. ഫാമ അല്ല പറഞ്ഞ മാറിപ്പോയി. ഞാൻ പറഞ്ഞ ബ്ലോക്കിന്റെ ഫാമ റെഡിയാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്ന് ഞാൻ ഫുഡ് ഒന്ന് കഴിക്കട്ടെ. ഉം. ഒക്കെ റെഡി. ഫാമ റെഡിയായി. പിന്നെ നമുക്ക് പ്രശ്നം. പിന്നെ ബാക്കി കുറച്ച് പണിയുണ്ട്. അതില് അതിന്റെ മേളിൽ സ്ലാബ് വെക്കാം. സ്ലാബ് എടുത്ത് വെക്കാം. സ്ലാബും കഷ്ണം. സ്ലാബ് വെച്ചാല് നല്ല സോംബീസ് ഒന്നും സ്പോൺ ആവില്ല. അങ്ങനെ കാര്യമുണ്ട്. സ്ലാബ് ചേർന്ന് രണ്ടെണ്ണം കൂടി. ഓക്കെ, ഫാം റെഡിയായി കേസ്. ഇതേ ഞാനിപ്പോ ഒരു സാധനം വെക്കാം. അല്ലെങ്കിൽ ഇവിടെ പറ്റൂല. കണ്ട ഇതിനകത്ത് ഇങ്ങനെ വന്നോളൂ ഒക്കെ കഷ്ടപ്പെട്ടതിന്റെ കൂലി വാങ്ങിച്ചത്. ഇതൊന്ന് കളയാം. ദേ പിന്നെ നിർത്താതെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ 1 മിനിറ്റ് ഇങ്ങനെ കുഴിച്ചിട്ട് കാണിച്ചത്. 2 സെക്കൻഡ്. ശേഷം 2 മിനിറ്റത്തോളം കഴിഞ്ഞപ്പോ ഇത്രയും കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചത്. കണ്ട ഇത് നമുക്ക് മറ്റേതിന്റെ ഒപ്പം വന്നാണ്. അത് കണക്കാക്കണ്ട. മൊത്തം ഒരു സ്റ്റാക്കും എത്ര കിട്ടിയിട്ടുണ്ട്. ഇരിക്കട്ടെ. ഒരു നേരം കിട്ടുമ്പോ കുഴിച്ചാ മതി. നേരം കിട്ടുമ്പോ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ കുഴപ്പമില്ല. അപ്പത്തെ ഫാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നാളത്തെ ഫാം നാളത്തെ ഞാൻ ഫാമിന്റെ കാര്യം മറന്നുപോയി. നാളത്തെ ഫാം എന്താന്ന് വെച്ചാൽ വില്ലേജ് ബ്രീഡേഴ്സ് ഫാമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. ഈ വീഡിയോ പിന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മുടെ ഈ സബ്സ്ക്രൈബ് ആണെങ്കിൽ 51 സബ്സ്ക്രൈബായി നമ്മുടെ ചാനലിൽ. അങ്ങനെയൊക്കെ ആയി. അതുപോലെ തന്നെ ഈ വർഷം ഫുള്ള് ആവണ, ഈ വർഷം തീരണേക്കാൾ മുന്നേ 100 സബ്സ്ക്രൈബ് എനിക്ക് ആവണമെന്നുണ്ട്. 100 സബ്സ്ക്രൈബ് ഒക്കെ ആവണമെന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് കാണണ്ട്, ലൈക്ക് ഒക്കെ അടിക്കുക, ഷെയർ ഒക്കെ അടിക്കുക. ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യൂല, ലൈക്ക് അടിക്കൂല, പിന്നെ കമന്റ് ചെയ്യാതെയാണ് പോണത്. ഞാൻ ചെയ്യണതൊക്കെ വല്ല തെറ്റുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് തരാം. പിന്നെ നാളത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് ഇതുപോലെ തന്നെ വരും. കറക്റ്റ് 3 മണിയാകുമ്പോൾ എന്തായാലും വരും. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.